ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രമേയം നിയമസഭയെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തിനപ്പുറത്ത് മറ്റൊരു ഉദ്ദേശവും ഈ പ്രമേയത്തിനില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്ത് വിദേശത്ത് നിന്നുള്ള സംഭാവനകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം ആദ്യമായിട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള നിയമം കൊണ്ടുവരുന്നത് 1976-ലാണ്. 76-ൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സർക്കാരാണ് ഈ നിയമം കൊണ്ടുവന്നത്. 76-ൽ ആ നിയമം കൊണ്ടുവന്നതിന് ശേഷം 2010-ലാണ് അന്ന് ശ്രീ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ. ആ സർക്കാരാണ് അതിന് മുൻപുണ്ടായിരുന്ന നിയമത്തിൽ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ചില പുതിയ ചട്ടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ നിയമത്തിനെ കൂടുതൽ ശക്തമാക്കിയത്. ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിൽ ചില മാറ്റങ്ങൾ വരുത്തി. വാസ്തവത്തിൽ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് ഈ FCRA നിയമം. ആ നിയമങ്ങൾക്കെതിരായിട്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഒരു സംസ്ഥാന നിയമസഭയുടെ വേദിയെ അതിനു വേണ്ടിയിട്ട് ദുരുപയോഗപ്പെടുത്തുക എന്നുള്ളത് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ നിയമത്തിന് ഇന്ന് പാസാക്കിയ പ്രമേയത്തിന് ഭേദഗതി അവതരിപ്പിച്ചതും അത് വോട്ടിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചത്. രാജ്യ താൽപ്പര്യത്തിൻ്റെ മുൻനിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഭേദഗതിയെക്കുറിച്ച് വസ്തുതാവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളാണ് നിയമസഭാ വേദിയെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിയമസഭയുടെ വേദിയെ ഈ തരത്തിൽ ദുരുപയോഗപ്പെടുത്തുന്നതിനെ ഞങ്ങൾ ശക്തമായിട്ട് അപലപിക്കുകയാണ്. കേരളത്തിൻ്റെ നിയമസഭയിൽ ഇതുപോലെയുള്ള ശ്രമങ്ങൾ ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ അന്ന് ന്യൂനപക്ഷങ്ങളുടെ എല്ലാവരുടെയും പൗരത്വം പോകും, നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് കേരള നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയ ആളുകളാണ് ഇവരെല്ലാവരും. നമ്മുടെ രാജ്യത്ത് ആരുടെയെങ്കിലും ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആരുടെയെങ്കിലും പൗരത്വം ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ഫലമായിട്ട് പൗരത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരു സ്ഥലത്തുനിന്നും അത്തരത്തിലുള്ള പരാതി ഉണ്ടായിട്ടില്ല. FCRAയുടെ ഭേദഗതിയുടെ ലക്ഷ്യങ്ങൾ സർക്കാർ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. വിദേശ ഫണ്ട് ഈ രാജ്യത്ത് വിനിയോഗിക്കുമ്പോൾ അതിൽ സുതാര്യത ഉണ്ടാക്കുക, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ ഇന്ത്യൻ താൽപ്പര്യത്തിന് വിരുദ്ധമായോ ഈ ഫണ്ട് വിനിയോഗിക്കപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം. നമുക്കെല്ലാവർക്കും അറിയാം, 2010-ലെ FCRA നിയമത്തിലാണ്, FCRAയുടെ ഭേദഗതിയിലാണ് പ്രലോഭിപ്പിച്ചുള്ള മതപരിവർത്തനം എന്നുള്ള ഒരു കാരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ FCRA നിയമത്തിലെ ഭേദഗതി വരുത്തിയത്. ഈ സർക്കാരല്ല ഇത് ആദ്യമായിട്ട് പറയുന്നത്, 2010-ലാണ് ആദ്യം വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ FCRA രജിസ്ട്രേഷൻ, അങ്ങനെ പ്രലോഭിപ്പിച്ചുള്ള മതപരിവർത്തനം നടത്തിയതിൻ്റെ പേരിൽ കേസിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ അവർക്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻ നിരോധിക്കാൻ, തടഞ്ഞു വെക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട് എന്നുള്ള നിയമം ഭേദഗതി ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് 2010-ലാണ്, മൻമോഹൻ സിംഗിൻ്റെ സർക്കാരാണ്. മാത്രമല്ല, പ്രമേയത്തിലേക്ക് ഇന്നിപ്പോൾ പറഞ്ഞെന്താ, നമ്മുടെ NGOകളുടെയൊക്കെ പ്രവർത്തനത്തെ ബാധിക്കും. എന്താ നിയമം പറയുന്നത്? ഈ പുതിയ ഭേദഗതി പറയുന്നത് റൂൾസ് കണ്ടിന്യൂ ടു പെർമിറ്റ് റിലീജിയസ് എഡ്യൂക്കേഷൻ, ദ പ്രിസർവേഷൻ ഓഫ് ട്രഡീഷൻസ് ആൻഡ് ദ മെയിൻ്റനൻസ് ഓഫ് പ്ലേസസ് ഓഫ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഭേദഗതിക്ക് ശേഷവും മതവിദ്യാഭ്യാസത്തിനും വിശ്വാസ സംരക്ഷണത്തിനും ആരാധനാലയങ്ങളുടെ പ്രവർത്തനത്തിനൊന്നും തടസ്സമില്ല. തടസ്സം ആകെ ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ, മതപരിവർത്തനത്തിൽ. അതുകൊണ്ട് തന്നെ കത്തോലിക്ക മിഷണറിമാർ വിദേശത്തു നിന്ന് പണം സ്വീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ
അവർക്ക് തുടർന്നും പ്രവർത്തിക്കാം. പക്ഷേ മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് ഫണ്ട് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തടസ്സപ്പെടും. മറ്റൊന്ന്, FCRA ലൈസൻസ് റദ്ദാക്കുകയോ സസ്പെൻഡ് ചെയ്യപ്പെടുകയോ പുതുക്കാതിരിക്കുകയോ ചെയ്താൽ ആ ആസ്തികൾ സർക്കാരിന് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിക്ക് ഏറ്റെടുക്കാം എന്നത് കുഴപ്പമാണെന്നാണ്. ചട്ടം വളരെ കൃത്യമായിട്ട് പറയുന്നത് ലൈസൻസ് പുതുക്കിയാൽ തിരികെ കിട്ടിയാൽ അപ്പോൾ തന്നെ ഇതൊക്കെ NGOകൾക്ക് തിരിച്ചു കിട്ടും. അല്ലാത്തപ്പോൾ ആ കിട്ടിയ ഫണ്ട് പെടുത്താതിരിക്കാൻ, രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ അതിനുവേണ്ടിയാണ് ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി. മാത്രമല്ല, ചട്ടപ്രകാരം കാര്യങ്ങളൊക്കെ നടത്തുന്ന, നാട്ടിലെ നിയമങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്കും ഈ നിയമം കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ പ്രശ്നം സുപ്രീം കോടതിയുടെ മുന്നിൽ പോയതാണ്. 2022 സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് FCRA അമെൻമെൻറ്റുകളുടെ അതിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള സാങ്കത്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദേശ സംഭാവനകൾ, ആ സംഭാവനകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ ഒരു തെറ്റുമില്ല. Foreign contributions could be regulated in the interests of transparency, accountability and national sovereignty. Foreign contributions can have material impact in the matter of socio-economic structure and polity of the country. The presence or inflow of foreign contribution in the country ought to be at the minimum level, if not completely eschewed. പൂർണ്ണമായും അത് ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് ഏറ്റവും പരിമിതമായിട്ടുള്ള തോതിലായിരിക്കണം എന്ന് സർക്കാരല്ല, സുപ്രീം കോടതിയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട്, ഒരുപക്ഷെ ഈ ഇരിക്കുന്ന നിയമസഭാംഗങ്ങൾ പലർക്കും അറിയില്ലായിരിക്കും, 1976 ഇന്ദിരാഗാന്ധിയുടെ സർക്കാരാണ് ഇതാദ്യം നിയമം കൊണ്ടുവന്നത്. കാരണം കേരളത്തിൻ്റെ നിയമസഭയിൽ നടത്തുന്ന പല പ്രസംഗങ്ങളും മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധി അടക്കം വെല്ലുവിളിക്കുന്നതാണ്. 1976 സോഷ്യലിസവും മതേതരത്വവും ഞങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുവന്നു. 1950 ഇന്ത്യ ഭരണഘടന അഡോപ്റ്റ് ചെയ്തപ്പോൾ അന്നില്ലാതിരുന്ന കാര്യമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലുള്ള ആളുകൾക്ക് ഇല്ലാത്ത ബുദ്ധിയാണ് 76 അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നത്. അത് മേന്മയായിട്ട് പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സഭയിൽ. അവരാണ് 76 കൊണ്ടുവന്ന ഈ FCRA നിയമം. അടിയന്തരാവസ്ഥയിലാണ് FCRA നിയമം കൊണ്ടുവന്നത്. അന്ന് ഒരുപക്ഷെ ഇപ്പോൾ എതിർക്കുന്ന ആർക്കും അന്നവർക്ക് മിണ്ടാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കും 2010 ഈ മതപരമായിട്ടുള്ള ഒരു ആംഗിൾ, ആ ആംഗിൾ ഉൾപ്പെടെ അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇതിനെല്ലാം മറച്ചു പിടിച്ചുകൊണ്ടാണ് കേരള നിയമസഭ ഇന്ന് അക്കാര്യത്തിൽ ഇന്ത്യ സഖ്യക്കാർ ആവർത്തിച്ച് ഒരുമിച്ച് വരുന്നത് ഞങ്ങൾക്ക് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് അവരൊരുമിച്ചാണെന്ന് വ്യക്തമാകാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് വോട്ടെടുപ്പിൽ 111 പേർ ഒരുമിച്ചും 2 പേർ എതിരും എന്നുള്ള യാഥാർത്ഥ്യം അത് രാജ്യത്തെ ജനങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത്. ഞങ്ങൾക്കറിയാമായിരുന്നു ഞങ്ങൾ ഈ പ്രമേയത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പതിപ്പ് പുതിയ രൂപത്തിൽ ഇന്ന് പ്രാവർത്തികമാകുകയാണ്. വികസിത് ഭാരത് ജി റാംജി, ഇതാണ് അതിനെ ഈ BBG റാംജി എന്നൊക്കെ നമുക്കറിയുന്ന ഭാഷയിൽ പറയുന്നതാണ്. അതിൻ്റെ പേര് വികസിത് ഭാരത് ജി റാംജി എന്നാണ്. കുറഞ്ഞ കൂലി വർദ്ധിപ്പിച്ചുകൊണ്ട്, കുറഞ്ഞ കൂലി 300, കേരളത്തിൽ അത് 400 വരെ 409 വരെയായിട്ട് വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനം ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനമാണ്. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ആവുകയാണ്. ജോലി പൂർത്തിയായി 15 ദിവസത്തിനകം വേതനം നൽകിയിരിക്കണം എന്ന് ഈ പുതിയ പദ്ധതി നിഷ്കർഷിക്കുകയാണ്. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ അവർക്ക് തൊഴിൽ രഹിത വേതനം നൽകണം എന്നുള്ളത് വളരെ വ്യക്തമാകുക. എന്ന് പറഞ്ഞാൽ തൊഴിലാളി പക്ഷത്ത് നിന്നുകൊണ്ട് ഉള്ള വ്യവസ്ഥകളോടുകൂടിയാണ് ഈ പുതിയ വികസിത് ഭാരത് ജി റാംജി എന്നുള്ള പേരിലുള്ള ഈ നിയമം പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഗ്രാമീണ മേഖലകളിലേക്ക്, ക്രിയാത്മകമായിട്ടുള്ള മേഖലകളിലേക്ക്, നിർമ്മാണ മേഖലകളിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി ജലസുരക്ഷ, ഗ്രാമീണ
അടിസ്ഥാന സൗകര്യങ്ങൾ, ഉപജീവന അടിസ്ഥാന സൗകര്യങ്ങൾ, ദുരന്ത പ്രതിരോധം, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ തൊഴിലുറപ്പിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നുള്ള ആശയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, അതിനെക്കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പുതിയ പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത്.